മുമ്പൊന്നും കാണാത്ത തിരക്കാണ് ഇത്തവണ മണ്ഡലകാലത്തിന്റെ ആദ്യ ദിവസം മുതൽ ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. 10-15 മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നു. എന്നിട്ടും ദർശനം നടത്താനാകാതെ മടങ്ങേണ്ടി വരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം വൻ ദുരന്തം ഒഴിവായി എന്നതിന് നിലവിലെ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന്റെ വാക്കുകൾ തന്നെയാണ് സാക്ഷ്യം. ഗൗരവം കണക്കിലെടുത്ത ജസ്റ്റിസ് എ രാജാ വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് സ്വമേധയാണ് വിഷയത്തിൽ ഇടപെട്ടത്. ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഇരിക്കാൻ പോലും കഴിയാതെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഭക്തർ നരകയാതനയുടെ കരിമല കയറിയതിൽ നിശിത വിമർശനവും ഏകോപനത്തിലെ വീഴ്ചയിൽ ചോദ്യങ്ങളും നീതിന്യായ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി മുന്നൊരുക്കങ്ങൾ 6 മാസം മുമ്പെങ്കിലും തുടങ്ങേണ്ടതായിരുന്നുവെന്നും വിലയിരുത്തി. ശബരിമലയിൽ എത്തുന്നവർ ശ്വാസം മുട്ടി മരിക്കേണ്ടി വരുന്നത് അനുവദിക്കാനാകില്ലെന്ന് കടുപ്പിച്ചു പറഞ്ഞ കോടതി പ്രശ്നപരിഹാരത്തിന് വേണ്ട നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. പിന്നാലെ കോടതി നിരീക്ഷണങ്ങൾ അംഗീകരിക്കുന്നുവെന്നും പോരായ്മകൾ പരിഹരിക്കുമെന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും തിരക്ക് നിയന്ത്രണ വിധേയമായെന്നും ഇനി പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് ADGP S ശ്രീജിത്തും നൽകിയ പുതിയ ഉറപ്പ്. ഇന്നലെ അവിടെ സംഭവിച്ചത് അഭൂതപൂർവമായ തിരക്ക് വന്നു. പോരായ്മകളുണ്ട്, അവിടെ പോരായ്മകളുണ്ട്. ഏകോപനമാണ് എന്റെ പ്രധാന ജോലി. ഏകോപനം നടത്തും. ഇന്ന് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. ഇന്നലെയും യഥാർത്ഥത്തിൽ നിയന്ത്രണ വിധേയമായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കുറേ ആളുകൾ കയറി വന്നതുകൊണ്ടുള്ള ഒരു താൽക്കാലികമായ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മുന്നൊരുക്കം പാളിയെന്ന ദേവസ്വം ബോർഡിന്റെ ഏറ്റുപറച്ചിലിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് പ്രതിപക്ഷം. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചവർ മണ്ഡലകാലം വികലമാക്കിയെന്ന രാഷ്ട്രീയ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലുൾപ്പെടെ വീഴ്ചയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. നേതാക്കളുടെ സംഘം ശബരിമല സന്ദർശിക്കുമെന്നാണ് BJPയുടെ പ്രഖ്യാപനം. കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട 1 കോടി വിശ്വാസികളുടെ ഒപ്പ് ശേഖരിക്കുമെന്നും BJP നേതാവ് PK കൃഷ്ണദാസ് വ്യക്തമാക്കി. അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ, അവര് ഈ പ്രാവശ്യത്തെ സീസണും കൂടി വികലമാക്കി മാറ്റിയവിടെ. സത്യത്തിലൊരു മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ നടന്നത്. ശബരിമലയെ ചൊല്ലി വീണ്ടും വിവാദങ്ങളും.